ഹായ്. അപ്പോൾ ഇന്ന് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് കാണിക്കുന്നത്. ചമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം, എന്നാൽ ചമ്മന്തി അല്ല ഇത്. നല്ല എരിവാണ്, എന്നാൽ തൈര് ചേർക്കുന്നതുകൊണ്ട് തൈരിൻ്റെ പുളിയുണ്ട്. പിന്നെ കുക്കുംബർ ചെറിയ പീസായിട്ട് ചേർത്തതുകൊണ്ട് അത് ഇടയ്ക്ക് കടിക്കുമ്പോൾ ആ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മായിയാണ്. മുമ്പ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, എനിക്ക് ഇലയുടെയും പഴം നിറവൊക്കെ ചെയ്ത് തന്നിരുന്നത് അമ്മായിയായിരുന്നു. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരു അരമുറി തേങ്ങ ഉണ്ടാവില്ല, അതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങയാണിത്. അതിലോട്ട് മല്ലിയില വേണം, നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില വേണം. പിന്നെ കുക്കുംബർ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, പിന്നെ എരിവിനനുസരിച്ചിട്ട് 1-2 പച്ചമുളക്. പിന്നെ വേണ്ടത് തൈരാണ്. ഇപ്പം നാട്ടിലെ തൈരാണെങ്കിൽ നല്ലതാണ്. ഇവിടെ നമുക്കിങ്ങനെ കട്ട തൈര് കിട്ടുന്നതുകൊണ്ട് ഇപ്പം ഞാൻ ഇതാണ് എടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ആദ്യം തന്നെ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങ, പുതിനയില, പിന്നെ വെളുത്തുള്ളി, പിന്നെ എരിവിനനുസരിച്ചിട്ട് 1-2 പച്ചമുളക്, ഇതെല്ലാം കൂടി ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചമ്മന്തി ആക്കിയെന്ന് പറയാം, ചമ്മന്തി പോലെ ആയിപ്പോൾ. ഇനി ഇതിലോട്ട് തൈരും ചേർക്കും, പിന്നെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുംബറും ചേർക്കും. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലോട്ട് കുക്കുംബർ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തൈരാണ് ചേർക്കുന്നത്. പിന്നെ നാട്ടിലെ തൈരാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇതിന്, കാരണം നാട്ടിലെ തൈരിന് ഒരു പുളി ഉണ്ടാവും. അപ്പോൾ പുളിയും കൂടെ ഉണ്ടാവുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ തൈര് അത്ര പുളിയില്ലാത്ത തൈരാണ് നമുക്ക് കിട്ടൽ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ തൈര് നല്ല കട്ടിയായിരിക്കുന്ന കാരണം ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നാട്ടിലെ തൈരാകുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നാട്ടിലെ തൈരാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട, പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ യോഗേർട്ട് ആയ കാരണം കുറച്ച് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പോൾ നാട്ടിലെ തൈരാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഇത് നല്ല ചൂടുള്ള ബിരിയാണീൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്